ഞാൻ പളനി കടലിൽ പോയി മീൻ പിടിച്ച് ജീവിക്കുന്നു. ട്രോളിംഗ് ഉള്ള സമയത്ത് സിനിമാറ്റിക് ഡാൻസിന് പോകും. ആ അതാ ചേട്ടാ, ചേട്ടനെ കണ്ട ഏതോ ഒരു തമിഴ് നടന്റെ ഒരു ലുക്കുണ്ട്. നീ ഒന്നും മിണ്ടായിരിക്കണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഏതോ പാണ്ടിക്ക് ഉണ്ടായതാന്ന് പറഞ്ഞ അച്ഛൻ അമ്മച്ചീനെ എടുത്തിട്ട് എന്ന് ഇടിയാ. അങ്ങനെയുള്ള സമയത്ത് നീ സൈസ് വർത്താനം കിട്ടാൻ എന്റെ അച്ഛനെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഇടി കൂടൂലേ? അപ്പൊ അച്ഛന് കടലിൽ പോക്കാണോ? ഇല്ല, അച്ഛൻ കടലിൽ പോകില്ല. എന്താ? അച്ഛൻ തൊറയിലാശാനല്ലേ? തൊറയിലാശന്മാര് കടലിൽ പോകില്ല. കടലിൽ ചാകര വരുമ്പോ ചാകര വന്നേന്ന് അനൗൺസ് ചെയ്യണ്ടേ? അപ്പൊ അച്ഛൻ പോയി കഴിഞ്ഞാൽ ഇവിടെ അനൗൺസ് ചെയ്യണ ആരാ? അനൗൺസിങ് മുടങ്ങി പോകില്ലേ? അതുകൊണ്ട് തൊറയിലാശാനുണ്ട്, അച്ഛൻ പോകില്ലേ കടപ്പുറത്ത്. ആ ചേട്ടനെ ഈ മീൻ പിടുത്തത്തിലേക്ക് ഈ വ്യവസായത്തിലേക്ക് എങ്ങനെ തിരിഞ്ഞത്? എങ്ങനെയാണ് തിരിഞ്ഞതോ? വേറെ സംഭവം ഉണ്ടോ? ഞാൻ ഈ കൊച്ചിനെ പോലെ മോള് നന്നായിട്ട് പഠിക്കൂലേ? എത്രല്ല പഠിക്കണേ? 8ല്. ഞാൻ ഈ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ ആ തുറയിലെ ഏറ്റവും വലിയ പഠിപ്പിച്ചായിരുന്നു ഞാൻ. അതെ ശരി. ഏറ്റവും നന്നായിട്ട് പഠിക്കും. എന്നിട്ട് ഞാൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ വേണ്ടി പോണ സമയത്ത് റൂളിയൊക്കെ കുറിച്ച് പോണ സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ നീ 10ാം ക്ലാസ്സിൽ ജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് സൈക്കിൾ മേടിച്ചു തരാന്ന്. അത് ശരി. എന്നിട്ട് എന്ന് വെച്ചാൽ ഞാൻ പിന്നെ അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ ഇല്ല, തോറ്റുപോയി. നോക്കാൻ കാരണമുണ്ട് കേട്ടോ. എന്റെ അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ സൈക്കിൾ മേടിച്ചു തരാനുള്ള കാശില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് തോറ്റു കൊടുക്കുമായിരുന്നു. അങ്ങനെ. പക്ഷെ അച്ഛൻ വാക്ക് പാലിച്ചു. അച്ഛൻ വൈകുന്നേരം ആയപ്പോഴത്തെ സൈക്കിളും കൊണ്ട് പുതിയ സൈക്കിൾ മേടിച്ചു കൊണ്ടെന്ന് എന്നിട്ട് അതിന്റെ പുറകെ ഒരു കൊട്ടയും വെച്ച് കെട്ടിയിട്ട് പറഞ്ഞു, നീ ഇനി പാച്ചണ്ട, മീൻ വിറ്റാ മതി. അങ്ങനെ ഞാൻ ഈ ഫീൽഡിലേക്ക് തിരികെയായിരുന്നു. അപ്പൊ ഈ മീനുകളിൽ ഏറ്റവും നല്ല മീൻ ഏതാണ്? ഏറ്റവും നല്ല മീൻ, കടലിലെ മീനിൽ ഏറ്റവും നല്ല മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെമ്മീനാണ്. ചേട്ടാ എന്തോരം വേറെ വലിയ മീനുകളുണ്ട്, ചെമ്മീനാണോ നല്ലത്? പിന്നല്ലേ. എന്താ കാരണം വെച്ചാൽ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അവാർഡ് കിട്ടിയത് ഏത് മീനാ? ചെമ്മീനല്ലേ. അപ്പൊ അതുകൊണ്ട് കടലിലെ ഏറ്റവും നല്ല മീൻ എന്ന് പറയുന്നത് ചെമ്മീനാണ്. ചേട്ടാ ഈ മിച്ചം വരുന്ന മീനുകളൊക്കെ കാണുമല്ലോ, മിച്ചം മീൻ വരും. അതൊക്കെ വീട്ടിൽ കൊണ്ടുപോകും? ഇല്ല, മിച്ചം വരുന്ന മീൻ ഞാൻ വീട്ടിൽ കൊണ്ടുപോകാറില്ല. ഞാൻ ഇങ്ങനെ ടൗണിൽ ഒരു ചെറിയ റൂം എടുത്തിട്ട് അവിടെ വെക്കും. എന്റെ പൊന്നു ചങ്ങാതി, വീട്ടിലൊരു പിഴച്ച പൂച്ചയുണ്ട്. എന്ത് സാധനം കൊണ്ടു വെച്ചാൽ അപ്പൊ തന്നെ മോഷ്ടിച്ച് തിന്നുന്നേ. ഇതിനെ നമുക്ക് തല്ലാനോ കൊല്ലാനോ പറ്റില്ല, ഓടി രക്ഷപ്പെടും. ലാസ്റ്റ് ഒരു സംഭവം ഉണ്ട്. എന്റെ ഈ ഭാര്യയ്ക്ക് ഇങ്ങനെ ഈ പാചകക്കുറിപ്പൊക്കെ വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ട്. ഇവളൊരു ദിവസം കിടുക്കൻ ചിക്കൻ കറി ഉണ്ടാക്കി. ഞാൻ ഈ പൂച്ചക്ക് ചിക്കൻ കറിയുടെ ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്തു. ഈ പൂച്ച ഞാൻ നോക്കുമ്പോ നിലത്ത് കിടന്ന് ഉരുണ്ടട്ടെ നാക്ക് ഊരി എറാത്ത് വെച്ചിട്ട് ഈ 3ാം പക്കത്തിൽ തിലകം കടലിലേക്ക് ഇറങ്ങി പോകില്ലേ, ഇനി എനിക്ക് ജീവിക്കണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് നടുക്കടലിൽ ചെന്നേച്ച് എന്റെ കൈ വെക്കി കാണിച്ചിട്ട് കൃഷ്ണമണിയോടെ അത്രയ്ക്ക് കൈപ്പുണ്യം അല്ലേ? അത്രയ്ക്ക് കൈപ്പുണ്യം. ഇവക്കടെ ഈ കൈപ്പുണ്യം കാരണം ഞാനും അവളും തമ്മിൽ എന്നും അടിയാന്നേ. ലാസ്റ്റ് ഞാൻ അവള് പറഞ്ഞു, നീ ഈ സൈസ് കൈപ്പുണ്യം എനിക്കിട്ട് ഉണ്ടാക്കി തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വല്ല കടപ്പുറത്ത് പോയി പാടി തല തല്ലി ചാവൂന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി എന്ത് പറഞ്ഞു? അപ്പൊ ചേച്ചി എന്നോട് പറയാണ്, ചേട്ടൻ തല തല്ലിച്ചാവല്ലേ. അപ്പൊ അവർക്ക് സ്നേഹമുണ്ട്. സ്നേഹം കേട്ടില്ല, പാട്ട് കേട്ട് ചേട്ടനാരെങ്കിലും തല്ലിക്കൊന്നുള്ളൂ. മീൻ എങ്ങനെ കൊടുക്കുന്നോ? മീൻ കൊടുക്കണ്ട്. എന്നാ ഒരു വില പറയും, ഈ കൊട്ടയ്ക്ക് എന്ത് വിലയാവും ഈ ഒരു കൊട്ട മീൻ? അതെ, ഞാൻ എനിക്ക് നഷ്ടമാണ് എങ്കിലും നിങ്ങൾക്ക് ഞാനൊരു 250 രൂപയ്ക്ക് തരാം. ഈ കാണാൻ കൊള്ളാത്ത കുറെ മീൻ 250 രൂപയ്ക്ക് എനിക്കും വേണ്ട. നിങ്ങൾ അങ്ങനെ സംസാരിക്കരുത്. കാണാൻ കൊള്ളാത്ത സാധനത്തിന് എടുക്കില്ല എന്ന് നിങ്ങളുടെ ഭർത്താവ് വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭർത്താവ് ഉണ്ടാവില്ലായിരുന്നു. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. എന്നെ പറഞ്ഞാൽ ഈ മീൻ ഇപ്പൊ 250 രൂപയ്ക്കൊന്നും ഇല്ല. ഇതാ പാളയം മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു 200 രൂപയ്ക്കുള്ളത്. 200 രൂപയ്ക്കോ ഈ മീനോ? പാളയം മാർക്കറ്റില് ഒരു കാര്യം ചെയ്യ്, 200 രൂപയ്ക്ക്. അശ്വതിക്ക് എന്താണ്? പാളയം മാർക്കറ്റിൽ ഇതിന് 100 രൂപയേ ഉള്ളൂ. ഇതിന് ഈ മീൻ പാളയം മാർക്കറ്റിൽ 100 രൂപ? 100 രൂപയേ ഉള്ളൂ. നേരെ 100 രൂപയോ? എനിക്കറിയാവുന്ന 100 ഉള്ളൂ. അതോ ഒരു കാര്യം ഇതെടുത്തിട്ട് 100 രൂപ. നിനക്ക് ഭ്രാന്താണല്ലോ. പാളയം മാർക്കറ്റിൽ ഇതിന് 50 രൂപയുള്ളൂ. 50 രൂപ കൊടുത്താൽ മതി. 50 രൂപയുള്ളൂ. 50 രൂപ. എനിക്കറിയാൻ പാടാത്തതുകൊണ്ട് ചോദിക്കാം, നിങ്ങൾ ഈ ഗ്യാപ്പിൽ പാളയം മാർക്കറ്റിൽ മീൻ വിൽക്കണ പരിപാടിയാണോ നിങ്ങൾക്ക്? പാളയം മാർക്കറ്റിൽ കുറെ നേരമായിട്ട് പറയണം 50 രൂപ 200 രൂപ 250 രൂപന്ന്. ഞാൻ വില പേശണല്ല. ടിവിയിലൊക്കെ നിങ്ങൾ കണ്ട ആളുകളാ. എത്ര രൂപയ്ക്ക് കൊടുക്കും? ഈ എത്ര രൂപയ്ക്കും കൊടുക്കണല്ല. അശ്വതിക്ക് ഫ്രീ ആയിട്ട് തരും. ഇത് മൊത്തം ഫ്രീ ആയിട്ട്.
അപ്പൊ നിങ്ങളുടെ വീട്ടിൽ മീനൊന്നും വേണ്ടേ കറി വെക്കാൻ? നിങ്ങൾക്ക് മീനൊന്നും വേണ്ടേ കറി വെക്കാൻ? അയ്യേ, ഞങ്ങളുടെ വീട്ടിലേക്ക് ഈ അമോണിയുള്ള മീൻ കൂടിയിട്ട് എന്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആര് സമാധാനം പറയണോ? ഞാൻ കണ്ടത്തിന്ന് മീൻ മേടിച്ചിട്ടുണ്ടാക്കി തിന്നോളാം. പിന്നെ ഈ അമോണിയ എടുക്കുന്ന സാധനം ഉണ്ടല്ലോ എന്റെ വീട്ടിലേക്ക് പോണേ. എന്തൊരു മനുഷ്യനാടാ ഇത്. അയ്യോ, നിക്ക് ആ ഫിഗർ പിടിച്ചില്ല.